ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് സിമ്പിളായിട്ട് ഇതുപോലെ ഒരു ക്രോഷറ്റ് ഫ്ലവർ ഉണ്ടാക്കാൻ പഠിച്ചാലോ. ആദ്യം നമ്മൾ യാൺ കയ്യിൽ ചുറ്റി ഹൂക്ക് കൊണ്ട് ഒരു സ്കിപ്പ് നോട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ 6 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്തെടുക്കുന്നത്. 6 ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് അതിലൂടെ ഒന്ന് ചുറ്റിയെടുത്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണത് പറഞ്ഞു തന്നത്. ഒന്ന് നമ്മൾ നൂലിൽ കൂടെ ചുറ്റിയെടുത്തിട്ട് ഉള്ളിലൂടെ വലിച്ചെടുക്കണം. അതാണ് നമ്മുടെ ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ 6 ചെയ്തെടുത്ത ശേഷം ഇതിനെ നമ്മൾ ഒരു റിംഗ് ആക്കി മാറ്റുകയാണ്. ആ റിംഗ് ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ആദ്യത്തെ ചെയിൻ സ്റ്റിച്ചിലോട്ടിട്ട് ഒന്ന് ലോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിനുശേഷം നമ്മൾ സിംഗിൾ ക്രോഷറ്റ് ആണ് ചെയ്തെടുക്കുന്നത്. അത് നമ്മളൊന്ന് ജസ്റ്റ് ഉള്ളിലൂടെ എടുക്കുന്നതാണ് ഈ സിംഗിൾ ക്രോഷറ്റ് എന്ന് പറയുന്നത്. പിന്നെ 2 ചെയിൻ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം 3 ട്രിപ്പിൾ ക്രോഷറ്റിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് 4 നൂലുകൾ വരും. ആദ്യത്തെ 2 നൂലിനുള്ളിലൂടെ ആദ്യം എടുക്കുക, പിന്നെ 2 നൂല്, പിന്നെ ലാസ്റ്റ് വരുന്ന 2 നൂലിലൂടെ എടുക്കുക. അങ്ങനെ നമ്മൾ ആദ്യത്തെ ട്രിപ്പിൾ ക്രോഷറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ 3 ചെയ്തെടുക്കണം. രണ്ടാമത്തെ അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം 3 ചെയ്തെടുത്തു കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ചെയ്യുന്നത് 2 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 2 എടുത്തു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ക്രോഷറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് ചേർത്ത് വെക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ 5 പെറ്റലാണ് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ചേർത്ത് വെക്കുന്നത്. ഇനി 2 ചെയിൻ സ്റ്റിച്ച് കൂടി ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 3 ട്രിപ്പിൾ ക്രോഷറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. 3 നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 2 വെച്ച് ലാസ്റ്റത്തെ ഫൈനലിൽ വന്ന് എടുക്കുക. അങ്ങനെ 3 നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഇതേപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. 3 അങ്ങനെ ചെയ്തെടുത്ത ശേഷം നമ്മൾ അടുത്ത ഈ ഒരു ഇത് ലോക്ക് ചെയ്യാം, അതായത് ഈ പെറ്റലിനെ നമ്മളൊന്ന് ക്ലോസ് ചെയ്യാൻ പോവാണ്. അതിന് നമ്മൾ 2 ചെയിൻ സ്റ്റിച്ച് എടുത്തിട്ട് ഒരു സിംഗിൾ ക്രോഷറ്റ് എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ചേർത്ത് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് 2 ചെയിൻ സ്റ്റിച്ച് എടുത്ത ശേഷം വീണ്ടും 3 ട്രിപ്പിൾ ക്രോഷറ്റാണ് ചെയ്തെടുക്കുന്നത്. ഇത് ആദ്യത്തെ ട്രിപ്പിൾ ക്രോഷറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി മൂന്നാമത്തെയാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ആ മൂന്നാമത്തെയും കൂടി ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ 2 ചെയിൻ സ്റ്റിച്ച് കൂടി ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ ഉള്ളിലൂടെ എടുത്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മൂന്നാമത്തെ പെറ്റൽ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി നാലാമത്തെ പെറ്റലിന് 2 ചെയിൻ സ്റ്റിച്ച് എടുത്തിട്ട് 3 ട്രിപ്പിൾ ക്രോഷേ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ നമ്മൾ 5 ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷേ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ ചെയ്ത പോലെ തന്നെ 2 ചെയിൻ സ്റ്റിച്ച്. അത് കഴിഞ്ഞിട്ട് ഇത് ഒന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റത്തെ ഫൈനൽ പെറ്റലാണ് ചെയ്യുന്നത്. അതിന് നമുക്കിതിപ്പോൾ ഇങ്ങനെ ചേർത്ത് വെച്ചത് കൊണ്ടാണ് നമുക്ക് ലാസ്റ്റത്തെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഗ്യാപ്പ് കിട്ടിയത്. അല്ലെങ്കിൽ നമുക്ക് ഗ്യാപ്പ് കിട്ടില്ല അവിടെ. അങ്ങനെ നമ്മളിപ്പോൾ ഫൈനലായിട്ടുള്ള പെറ്റൽ കൂടെ ചെയ്തെടുക്കുകയാണ്. അതിൽ നമ്മൾ ട്രിപ്പിൾ ക്രോഷേ ചെയ്തെടുക്കുന്നുണ്ട്. ആ ട്രിപ്പിൾ ക്രോഷേ 3 തവണ ചെയ്തെടുത്ത് കഴിഞ്ഞ് വെച്ചാൽ 2 ചെയിൻ സ്റ്റിച്ച് എടുത്തിട്ട് നമ്മൾ അതിനെ ഒരു സിംഗിൾ ക്രോഷേ കൂടി ചെയ്തിട്ട് ലോക്ക് ചെയ്ത് വെക്കുകയാണ്. ലാസ്റ്റ് ആ സിംഗിൾ ക്രോഷയിൽ ആ സാധനം നൂല് വെളിയിലോട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അപ്പുറത്ത് ആ നൂലിൻ്റെ ഭാഗമുള്ള അവിടെ ആണ് കട്ട് ചെയ്യുന്നത്, നമ്മുടെ കയ്യിലുള്ള ഭാഗമല്ല. അതിനുശേഷം നമ്മളൊരു ഒരു സൂചി കൂടെ എടുത്തിട്ട് ഇതൊന്ന് ഉള്ളിലോട്ടാക്കി വെക്കുകയാണ്. എന്നാലാണ് നമുക്ക് ആ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ആ നൂല് പിന്നെ വെളിയിലോട്ട് വന്ന് ഇത് മൊത്തത്തിൽ അതിന് പോകാതിരിക്കാനും കൂടി പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഉള്ളിലൂടെ എടുത്തിട്ട് കുറച്ചായിട്ട് ചെയ്തിട്ട് ഫുള്ളായിട്ട് നമ്മൾ അതിനകത്തൂടെ എടുക്കുന്നുണ്ട്. മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും ചെയ്തെടുത്തിട്ട് ഒന്ന് അവിടെ കെട്ടിട്ട് വയ്ക്കുക. ഫസ്റ്റത്തെ ആ നൂലും ഈ ലാസ്റ്റത്തെ നൂലും കൂടി ഒന്ന് കെട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അപ്പം പിന്നെ അത് അഴിഞ്ഞു പോവില്ല. ഇനി നമ്മൾ ഇതേപോലെ തന്നെ 3 പെറ്റലുള്ള ഒരു ഫ്ലവറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമ്മൾ ഇതിനകത്തോട്ട് വെക്കാനാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ചെയ്ത പോലെ തന്നെ 3 പെറ്റൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ രണ്ടാമത്തെ പെറ്റലാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ 3 ചെയ്തെടുത്ത് കഴിഞ്ഞ് വെച്ചാൽ നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ ഇനി അതൊന്ന് ഒട്ടിച്ചു കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 3 ചെയ്തെടുക്കുമ്പോൾ വലിയ ഗ്യാപ്പിൻ്റെ വ്യത്യാസമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ചേർത്ത് വെച്ച് കൊടുത്തില്ലെങ്കിലും നമുക്ക് വലിയ പ്രശ്നം വരില്ല. അങ്ങനെ നമ്മൾ 3 ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ബാക്കി വരുന്ന നൂല് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് തയ്ച്ചെടുക്കുന്നുണ്ട്. ഉള്ളിലൂടെ തന്നെ നമ്മൾ ആ ഉള്ളിലൂടെ എടുക്കുമ്പോഴാണ് ആ ഒരു ഭംഗിയിൽ തന്നെ നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ നൂല് ഒരു വലിച്ചാൽ മൊത്തത്തിൽ അങ്ങോട്ട് ഇളകിപ്പോരും. അതില്ലാതിരിക്കാനാണ് നമ്മൾ ഈ ഉള്ളിലൂടെ എടുക്കുന്നത്. നമ്മളങ്ങനെ ഇപ്പോൾ മുഴുവനായിട്ട് എടുത്ത ശേഷം ലാസ്റ്റ് വരുന്ന ആ ഒരു നൂല് ഫസ്റ്റത്തെ നൂലും കൂടി ചേർത്തിട്ട് ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. ബാക്കി വരുന്ന നൂലെല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ 2 ഫ്ലവറും കൂടി ഒന്നിച്ചാക്കാൻ പോവാണ്. അത് നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അതിന് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് B7000 ഗമ്മാണ്. ഫസ്റ്റത്തെ ഇതിൽ കൂടെ നമ്മൾ രണ്ടാമതുണ്ടാക്കിയതും കൂടി ഒട്ടിച്ചിട്ട് നടുക്കൊരു
ബീഡും കൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മളുടെ ക്രോഷറ്റ് ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.